എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ പറയും ജ്വല്ലറിയിലുണ്ട് ബാലേട്ടാ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിലേക്കൊന്നും വരില്ല, ഞാൻ രോഹിനെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയം സബ് ജയിലിലേക്ക് പോവാണ് എന്ന് പറയുന്നുണ്ട്. ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ബബിത അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു രോഹിയേട്ടൻ കോട്ടയം സബ് ജയിലിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാലായിലും സബ് ജയിലുണ്ടല്ലോ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത്, അപ്പോൾ അതെന്താ അങ്ങനെ കോട്ടയത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇതൊരു സ്പെഷ്യൽ കേസല്ലേ, ഇവിടെ സ്ഥലപരിമിതി കാരണമായിരിക്കും, ചിലപ്പോൾ എല്ലാ പ്രതികളെ ഒരുമിച്ച് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ രോഹിയേട്ടനെ കാണാൻ പോകുമ്പോൾ അവളെയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് ശരിക്കും കേട്ടില്ല എന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് കാര്യം മനസ്സിലായി, അലീന ചേച്ചിയെ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിത പറയുകയാണ് അച്ഛൻ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, അവൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അവളാണ് ഇവിടെ, അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടെ ഒരു വലിയ പ്രമാണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് അച്ഛൻ അവളെ കൂടെ കൊണ്ടുപോകുന്നൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കാറുണ്ടോ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്കും വേണമെങ്കിൽ വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അവളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അവിടെ നിന്ന് പറയരുത് അലീന ചേച്ചി എന്ന് പറയണമെന്ന്. അപ്പോൾ അലീന ചേച്ചീനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ കാറിൽ 5 സീറ്റ് ഉണ്ട്, നിനക്കൊരു സീറ്റ് പോരെ, നിനക്കും കൂടെ വരണമെങ്കിൽ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചില്ലല്ലോ അവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന്. അപ്പം ഞാൻ അലീനയോടും ചോദിച്ചിട്ടില്ല, അവൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ പോരുന്നുണ്ടെങ്കിൽ പോരും, നിന്നെയും കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അവളുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ബബിതയോട് പറയാണ് നിൻ്റെ അമ്മേൻ്റെ അടുത്ത് എടുക്കുന്ന വില കുറഞ്ഞ തന്ത്രങ്ങളൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത്, അതിങ്ങനെ എടുക്കേണ്ടടുത്ത് മാത്രമേ എടുത്താൽ മതി എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെ വിളിക്കുന്നുണ്ടായിരുന്നു. അലീന കിച്ചണിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പം തന്നെ പോവുകയാണ്, എനിക്ക് ഈ ഡ്രസ്സൊന്ന് മാറിയാൽ മതി, എത്രയും സമയമേ വേണ്ടുള്ളൂ എന്ന് പറയും. അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുവേട്ടൻ നമ്മുടെ കൂടെയല്ലേ വരുന്നത്, അതോ സബ് ജയിലിലേക്ക് നേരിട്ട് വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മനു ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ കാറിൽ പോകാമെന്നാണ് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും അവിടുന്ന് ഡ്രസ്സ് മാറാൻ അങ്ങ് പോകും കേട്ടോ മുകളിലേക്ക്. അപ്പോൾ ബാലേന്ദ്രൻ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അലീന റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ബബിത ചോദിക്കുകയാണ് നിനക്ക് ഇങ്ങനെ എന്തിൻ്റെ സുഖേടാണ് ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ചെന്നിട്ട് രോഹിയേട്ടനെ കാണേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്നിട്ട് ചോദിക്കുകയാണ് രോഹിയേട്ടൻ നിൻ്റെ ശത്രു അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നിങ്ങളാരും എൻ്റെ ശത്രുക്കളല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത അലീനയോട് പറയുകയാണ് രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് സന്തോഷിക്കാനല്ലേ നിൻ്റെ ഈ പോക്ക്, പോയി കണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ട് ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവേ. അപ്പോൾ അലീന കുറച്ച് സമയം അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരികെ റൂമിലേക്ക് തന്നെ പോകും കേട്ടോ. അലീന റൂമിൽ പോയി ഹാൻഡ് ബാഗൊക്കെ എടുത്ത് തിരികെ വരുന്ന സമയത്താണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. മനു കാറ് നിർത്തി അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്കിൾ എവിടെ, റെഡി ആവാൻ പോയോ എന്ന് ചോദിക്കും. അച്ഛൻ ഇതാ ഇപ്പോൾ വരും, മനുവേട്ടൻ ഊണ് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ. മനു അപ്പോൾ കയറുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കയറുന്നില്ല, ഞാൻ എൻ്റെ കാറ് ഇങ്ങനെ തണൽ നോക്കി മാറ്റിയിടട്ടെ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എൻ്റെ ഹെൽപ്പ് വേണോ സൈഡ് പറഞ്ഞു തരാനെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ, കാറ് തണലത്തേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലീനയാണെങ്കിലും അത് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ വരുന്ന കാണുമ്പോൾ തന്നെ അലീന പറയുന്നുണ്ട് അച്ഛാ മനുവേട്ടനെ എത്തിയെന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ പിന്നീട് ബബിതയെ മോളെ ഈ വാതിലടച്ചേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ നിന്ന് പോവേ. അപ്പോൾ ബബിതയാണെങ്കിലും അവിടെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അലീനേനെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീന അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെ ബാലേന്ദ്രൻ ചെന്ന് കാറിൽ കയറും. മനുവിൻ്റെ കാറൊക്കെ ഇങ്ങനെ തണലത്തേക്ക് മാറ്റിയിട്ടിട്ട് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു മനുവേട്ടൻ ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെടുക്കാനാ എന്നാണ് കേട്ടോ മനു തിരിച്ചു വയ്ക്കുന്നത്. ഹാൻഡ് ബാഗോ പേഴ്സോ എന്തെങ്കിലും എടുത്തില്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുമല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയേ. അങ്ങനെ പിന്നെ അവരും ചെന്ന് കാറിൽ കയറും. മനു കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തിട്ട് അലീനയോട് അവിടെ കയറാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും മനുവേട്ടൻ ഫ്രണ്ടിലിരുന്നോ ഞാൻ ബാക്കിലിരുന്നോളാന്ന് പറഞ്ഞിട്ട് അലീന ബാക്കിലോട്ട് കയറും കേട്ടോ. അങ്ങനെ പിന്നെ അവർ കാറിൽ കയറിയ ശേഷം ബബിത ഡോർ അടച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുവരെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വൈജയന്തിയുടെ അടുത്തേക്ക് കമലയും ശിവനും കൂടെ വരുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇതെന്താ രണ്ടുപേരും പെട്ടെന്ന് ഒരു വരവ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്ന് അറിയട്ടോ. അപ്പോൾ എന്താ അറിഞ്ഞത് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ നീ ബാലേന്ദ്രനെ വക്കീൽ നോട്ടീസ് അയച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, ബന്ധം പിരിയാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും ഞാനല്ല അയച്ചത്, അഡ്വക്കേറ്റ് ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ബാലേന്ദ്രനുമായിട്ട് പിരിയാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ
പിരിയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയും. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഏത് വഴി അടഞ്ഞു പോയതെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നത് എല്ലാ വഴിയും അടഞ്ഞു പോയി എന്നാണ് കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ വൈജയ പൊട്ടത്തരം പറയുകയാണോ, ബന്ധം പിരിയാൻ നിൽക്കുന്നു അതും ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിൻ്റെ മകൻ ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ്, അതുപോലെ തന്നെ 2 പെൺമക്കൾ സ്കൂളിലും കോളേജിലും പോകാൻ പറ്റാതെ അവിടെ വീട്ടിലിരിക്കുകയാണ്, ബാലേന്ദ്രനാണെങ്കിൽ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തെക്ക് വടക്ക് നടക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ നേരെയാക്കിയിട്ട് അവരെല്ലാവരും സന്തോഷത്തിലിരിക്കുന്നത് കണ്ടിട്ട് വേണോ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാനെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കും ഒന്നില്ലെങ്കിലും നീ നിൻ്റെ അവസ്ഥയെങ്കിലും ഒന്ന് ഓർക്കേണ്ടത്, നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പറ്റിയ സമയം, നമ്മൾ തകർന്നിരിക്കുന്ന സമയത്താണ് ഇതാണ് പറ്റിയ സമയം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇങ്ങനെ സന്തോഷത്തിൽ ആറാടുന്ന സമയത്തല്ല പിരിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയനോട് പറയുന്നുണ്ടായിരുന്നു കമലയാണെങ്കിലും നിനക്ക് ആരും കൂട്ട് നിൽക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകുന്നൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബന്ധം പിരിയുന്നത്, അല്ലാതെ ഇങ്ങനെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടല്ല എന്നാണ് കേട്ടോ വൈജ പറയുന്നത്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരെ എന്നാ പറയുന്നതും കൂടെ ഒന്ന് ആലോചിക്കേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജ പറയുന്നത് ഇനിയിപ്പോൾ നാട്ടുകാരെ എന്നാ പറയാനാ, ഉണ്ടായിരുന്ന അന്തസ്സും അഭിമാനവും എല്ലാം പോയി ആകെ നാണം കെട്ട് നാറിയിരിക്കുകയല്ലേ എന്ന് പറയേ. അപ്പോൾ കമല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും ശിവേട്ടനും ബന്ധം പിരിയേണ്ടതല്ലേ, ഞങ്ങളുടെ മകനും ജയിലിൽ കിടക്കുകയാണല്ലോ എന്ന് പറയും. അപ്പോൾ ശിവേട്ടനെയും അതുപോലെ തന്നെ കമലയിടത്തിനെയും എന്നെയും കൂടെ താരതമ്യം ചെയ്യരുത്, ശിവേട്ടൻ അവിടെ അങ്ങനെ ശിവേട്ടൻ്റെ വീട്ടിലെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് ഒരുത്തിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടുമില്ല, അതുപോലെ തന്നെ അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യേനെ ആട്ടി ഇറക്കി വിറ്റിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാലും ഇതിനൊക്കെ ഒരു സമയമില്ലേ, അവൾ ഈ സമയത്ത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ. ഒന്നാമതേ നീ കാണിച്ചു വെക്കുന്നതെല്ലാം പൊട്ടത്തരങ്ങളാണ്, എന്നിട്ട് അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു രോഹിത് ഈ ചീഞ്ഞ കേസിൽ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വക്കീലിനോട് സംസാരിച്ചിട്ടുള്ളതാണ്, ഇതാണ് പറ്റിയ സമയം, അതാവുമ്പോൾ നമ്മൾ തകർന്നിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഞാൻ പോരാൻ ഇഷ്ടമുള്ള മക്കളെ എൻ്റെ കൂടെ വരും, ഞാൻ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അല്ലാത്തവർ ബാലേന്ദ്രൻ്റെ കൂടെ നിൽക്കും എന്നാട്ടാ പറയുന്നത്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് ജയിലിൽ കിടക്കുന്നവൻ്റെ കാര്യം ആരും നോക്കുന്നു. അപ്പോൾ വൈജയന്തി പറയും ബാലേന്ദ്രൻ നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും, അവനെ നോക്കാനുള്ള ത്രാണിയൊക്കെ എനിക്കുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ടായിരുന്നു രോഹിത്തിൻ്റെ കേസ് നിസ്സാരമാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ചുരുങ്ങിയത് ഒരു 50 ലക്ഷമെങ്കിലും വാരി വിതറേണ്ടി വരും, എടുക്കാനുണ്ടോ നിൻ്റെ കയ്യിൽ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ബാലേന്ദ്രൻ കൊടുക്കട്ടെ, എനിക്കല്ലല്ലോ ഇരുമ്പുകടയും ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും എന്നുള്ളത് എന്നാണ് കേട്ടോ പറയുന്നത്. വൈജയന്തി പിന്നെ പറയുന്നുണ്ടായിരുന്നു വല്ലവളുമാരുടെയും വയറ്റിൽ പിറന്നവൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഇങ്ങനെ താലി കെട്ടി ഭാര്യയാക്കിയവൾ പ്രസവിച്ചവന് വേണ്ടി അതിൻ്റെ 100 ഇരട്ടി ചെയ്യണം, അവൻ്റെ പേര് രോഹിത് വൈജയന്തി എന്നല്ല രോഹിത് ബാലചന്ദ്രൻ എന്നാണ്, എന്താ അതിൻ്റെ അർത്ഥം, ബാലചന്ദ്രൻ എന്ന തന്തയ്ക്ക് പിറന്നവൻ എന്നാണ്, മറ്റവളുടെ പേരിൻ്റെ കൂടെ ബാലചന്ദ്രൻ എന്നുള്ള വാലുണ്ടോ അവളുടെ ഇങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ടോ അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റിലുണ്ടോ, എന്താ അതില്ലാത്തത്, പിഴച്ച തള്ളയ്ക്ക് ജനിച്ചതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും മക്കളായാൽ തന്തയ്ക്ക് പിറക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് ബന്ധം പിരിയാനുള്ള നിൻ്റെ തീരുമാനം മാറ്റാൻ നിനക്ക് ഉദ്ദേശമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരിമ്പ് പോലും ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശിവനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ കുടുംബം തകർത്തിട്ടേ അടങ്ങുള്ളൂ ഇടി എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞാനല്ല ശിവേട്ട കുടുംബം തകർക്കുന്നത്, ശിവേട്ടന് തെറ്റി, അവളാണ് അലീന എന്ന് പറയും കേട്ടോ. ബാലേന്ദ്രൻ മടിയിൽ എടുത്ത് വെച്ചിരിക്കുന്നവൾ എന്ന് പറയുന്നുണ്ട്, അവളാണ് കുടുംബം തകർക്കുന്നത്, ബാലേന്ദ്രന് അവൾക്ക് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ട്, അവൾ എടുത്തോട്ടെ എല്ലാം, എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്വത്തും സകല സ്വത്തും അവൾ എടുത്തോട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇനിയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ, അപ്പോൾ ഞാൻ വിചാരിച്ചത് നിൻ്റെ കഷ്ടകാലത്തിന് ഓരോ ദുരിതങ്ങൾ വന്ന് ഭവിക്കുകയാണെന്നുള്ളതാണ്, പക്ഷെ അങ്ങനെയല്ല, തീർന്നിട്ടില്ല, ഇനിയും നീ ഇങ്ങനെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ, അനുഭവിച്ച് തീർത്തോ എന്ന് പറയേ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിൽ കൂടുതൽ അനുഭവിച്ചിട്ട് കിടക്കുന്നവളാണ് ഞാൻ, എന്തായാലും നിങ്ങളാരെയും ഇതിൽ നിന്ന് കുറച്ച് പങ്കിട്ടെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കമല ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ വൈജയ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പെണ്ണിന് അതിനേക്കാളും വലുതല്ല ഒന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമനില തെറ്റും എന്ന് പറഞ്ഞിട്ട് കമലേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകട്ടെ. അപ്പോൾ കമല വീണ്ടും അവിടെ തന്നെ നിൽക്കുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് കമല വരാനാണ് പറഞ്ഞതെന്ന് പറയേ. അപ്പോൾ കമല പോട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വൈജയന്തിയുടെ അഹങ്കാരത്തിനും ഇതിനൊന്നും ഒട്ടും ഒരു കുറവും വന്നിട്ടില്ല, എണീക്കാൻ വയ്യെങ്കിലും. പിന്നീട് അത് കഴിഞ്ഞ് മാനും ബാലേന്ദ്രനും അലീനയും എല്ലാവരും കൂടെ കോട്ടയം സബ് ജയിലിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇറങ്ങല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇറങ്ങാമെന്ന് പറയും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ആദ്യം ഇറങ്ങും, പിന്നീട് മനു അലീന ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പുറത്തിറങ്ങി നല്ല ടെൻഷനോട് കൂടിയാട്ടോ നിൽക്കുന്നത്. മനു ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ടെൻഷൻ ഉണ്ട് എന്ന് പറയും.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജയിലിൽ വരുന്നത്, അതുമാത്രമല്ല രോഹിത്തിനെ കാണാൻ പോവല്ലേ എന്നുള്ള ഒരു ടെൻഷനും കൂടി ഉണ്ട് എന്ന് പറയും. അങ്ങനെ പിന്നെ അവർ അകത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ഇങ്ങനെ വേറെ ആൾക്കാർ കാണാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. രോഹിത് വന്നിട്ട് അവിടെ ആ കമ്പിയുടെ അടുത്തേക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടുകാരാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നത്, നിനക്ക് എന്താ അവരെ കണ്ടപ്പോൾ നാണായോ, ആ കമ്പിയുടെ അടുത്തേക്ക് അങ്ങ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് തള്ളു കേട്ടോ. രോഹിത് അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ അവിടുന്ന് എണീറ്റ് ആ കമ്പിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അലീനയും മനു എല്ലാവരും എണീക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രനാണ് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. രോഹിത് മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. രോഹിത്തെ മോനെ ഇങ്ങോട്ട് നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. രോഹിത്താണെങ്കിലും ആ കമ്പീൻ്റെ അവിടെ ഇങ്ങനെ കൈ വെക്കുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ആ കൈയെ രോഹിത്തിൻ്റെ കൈയിൻ്റെ മേലെ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുമ്പോൾ രോഹിത് പെട്ടെന്ന് തന്നെ ആ കൈ അവിടെ നിന്ന് വലിക്കും കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും ആകെ തകർന്ന മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ മനും പറയുന്നുണ്ട് കഴിഞ്ഞതൊന്നും ഓർക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിന്നെ ഇങ്ങനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജാമ്യം വേണ്ട എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഹരീനെയും ഇങ്ങനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ശിവേട്ടനും ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ജാമ്യം വേണ്ട എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ ജയിലിൽ കിടന്ന് ചാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഇവിടെ ജയിലിൽ കിടന്ന് ചാവാൻ വേണ്ടിയിട്ടാണോ നിന്നെ അച്ഛൻ വളർത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടമാണ് രോഹിത്തിന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്നെ കാണാൻ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും കേട്ടോ. സങ്കടവും ദേഷ്യമൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞതൊന്നും ഓർക്കണ്ട എന്നൊക്കെ മനു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും അങ്ങനെ രോഹിത്തിനെ ഒന്നും അങ്ങോട്ടേക്ക് തട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്രയും പറഞ്ഞിട്ട് രോഹിത് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോവേ. മനു അലീനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും രോഹിത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. രോഹിത് അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്തും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രോഹി മോനെ സമയം കഴിഞ്ഞിട്ടില്ലടാ, ഇവിടെ വാടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രോഹിത് വരുന്നൊന്നുമില്ല. രോഹിത് അങ്ങ് പോയി കഴിയുമ്പോൾ ബാലേന്ദ്രനും നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആ കമ്പിയിൽ പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ തിരികെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ ഒന്നും സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനോട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നമുക്ക് വരാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഞാൻ എത്ര വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ടതാണ്, ഒന്നുമില്ലാത്തടത്തു നിന്ന് തുടങ്ങിയതാണ്, എത്രയോ വർഷം ഇതിന് വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് രോഹിത്തിനെ ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ പോയി കാണേണ്ടി വന്നല്ലോ, ആ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ മടിയിലിരുന്ന് അവനും ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം, എന്നിട്ട് അവൻ സ്റ്റിയറിങ്ങിൽ അവൻ്റെ കുഞ്ഞി കൈകൊണ്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ അത് തിരിക്കാൻ ഞാനിങ്ങനെ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് അവനാണ് അത് തിരിക്കുന്നതെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. അങ്ങനെ അവനും അറിയില്ലല്ലോ, അവൻ്റെ വിചാരം അവനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് ഇടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി ചിരിക്കും, അവനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുള്ളൊരു ഭാവത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരുമല്ല ഡ്രൈവ് ചെയ്യുന്നത്, ഏതോ ഒരു ഭ്രാന്തനാണ്, നമ്മൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല, ബ്രേക്ക് ചവിട്ടുന്നിടത്ത് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സങ്കടം പറയാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ പറയുന്നതെല്ലാം ശരിയാണ്, നമുക്കിങ്ങനെ 24 മണിക്കൂറിന് ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 2 മിനിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ലേറ്റായിട്ട് ഇതാക്കാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എത്രയോ വർഷം കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്തു നിന്ന് തുടങ്ങിയതാണല്ലോ, ഒറ്റപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ സങ്കടപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്